വധവുമായി ബന്ധപ്പെട്ട് ഈ കൊല്ലപ്പെട്ട ആൾക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായി അവിടെ പ്രക്ഷോഭം നടക്കുന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നു. നിമിഷപ്രിയയുടെ മോചനം മുടക്കാൻ കേരളത്തിൽ നിന്നുള്ള ശ്രമം ഉണ്ടാകുന്നു എന്ന വളരെ ദുഃഖകരമായ വിവരം കൂടി വരികയാണ്. അതായത് ഈ നവാസ് ജാനെ എന്നയാളുടെ കമന്റ് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ നിൽക്കുന്ന സംഘം യമനിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്നവരെ മോചിപ്പിച്ച ശേഷം നിമിഷപ്രിയയുടെ മോചനമെന്ന പ്രചാരണമാണ് ഇത് നിൽക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഒന്നടങ്കം പ്രയത്നിക്കുകയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മതപണ്ഡിതരും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധ്യമായ രീതിയിൽ സംഘടനകളും സന്നദ്ധ സംഘടനകളും ഒക്കെ അവർക്ക് എങ്ങനെയാണോ ബന്ധപ്പെടാൻ കഴിയുന്നത്, ഇപ്പോൾ യമനിലെ മലയാളി സംഘടനകളാണെങ്കിൽ ആ രീതിയിൽ അങ്ങനെ എല്ലാ തരത്തിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ സമൂഹ മാധ്യമങ്ങളൊക്കെ ഒന്ന് തുറന്നാൽ തന്നെ നിമിഷപ്രിയ എന്ന് അടിച്ചു കൊടുത്താൽ പലതരത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ എന്തുകൊണ്ട് തലാലിന് നീതി കിട്ടണം എന്ന തരത്തിലൊക്കെയുള്ള പ്രചരണമാണ്. തലാലിന് നീതി എന്ന് തലാലിന്റെ നീതി വേണം, നമ്മൾ മാപ്പാണ് അപേക്ഷിക്കുന്നത്. അല്ലെ, മുഹമ്മദ് ഷഹീദ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഷഹീദ്, വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇത് കേൾക്കുന്നത്. ആരാണ് ഈ നവാസ് ജാനെ? ആര്യ, വളരെ ദൗർഭാഗ്യകരവും സങ്കടകരവുമാണ്, അല്ലെങ്കിൽ അത് നമുക്ക് ഒപ്പം നിൽക്കാൻ കഴിയാത്ത, എതിർക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് ഈ നിലവിൽ തന്നെ ഈ നിമിഷപ്രിയയുടെ ആൾക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായി അവിടെ പ്രക്ഷോഭം നടക്കുന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നു. സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ, യുവാക്കളൊക്കെ അവിടെ സംഘടിച്ച് രംഗത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് സഹോദരന്റെ FB പോസ്റ്റിന് താഴെയൊക്കെ കേരളത്തിൽ നിന്നുള്ള നവാസ് ജാനെ എന്ന പേരാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. പക്ഷേ മറ്റു പല പേരുകളുമുണ്ട്. അത് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു കമന്റുകൾ ഇടുന്നു. അറബിയിലാണ് ആ കമന്റുകൾ ഇടുന്നത്. അതായത് അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ല, അതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളുണ്ട്, നിങ്ങൾ ഒപ്പം നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ്. ഈ കമന്റുകൾ ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന അവിടെയുള്ള ഗ്രൂപ്പുകളൊക്കെ വളരെ സജീവമായി പ്രചരിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം സഹോദരൻ കടുത്ത നിലപാടിലേക്ക് കമന്റുകൾക്കൊരു ഏക സ്വഭാവമുണ്ടോ, ഒരു സംഘടിത സ്വഭാവമുണ്ടോ? അങ്ങനെ ഒരു നീക്കം ഏതെങ്കിലും വിഭാഗത്തിന്റെ ഭാഗത്ത് നടക്കുന്നു എന്ന സൂചനയുണ്ടോ, അതോ വ്യക്തിപരമായി വരുന്ന കമന്റുകളായി കണ്ടാൽ മതിയോ? രതീഷ്, ഈ നവാസ് ജാനെ എന്നുള്ളത് കേരളത്തിൽ കുറച്ചു കാലങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ഒരു FB അക്കൗണ്ടാണ്, പ്രൊഫൈലാണ്. അദ്ദേഹം ഒരു തീവ്ര സലഫി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അത്തരം ചില ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ മതാത്മകമായി ചിന്തിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെയും പലപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധിച്ചിരുന്നു. അത്തരമൊരു വ്യക്തിയാണ് വളരെ അഗ്രസീവായി വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. പക്ഷേ മറ്റു പല ആളുകളും ഈ മുഹമ്മദ് തുഫൈൽ എന്ന ആളുടെ, അതായത് ഈ തലാലിന്റെ സഹോദരന്റെ, ഇപ്പോൾ വധശിക്ഷ റദ്ദാക്കുന്നതിന് രംഗത്തുള്ള ഈ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മറ്റു പല അക്കൗണ്ടുകളും ഇപ്പോഴും കേരളത്തിൽ മലയാളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഉബൈദ് PT, അപ്പം സക്കരിയ MT, സൈഫുദ്ദീൻ കൊല്ലം തുടങ്ങിയ അക്കൗണ്ടുകളൊക്കെ ഈ സഹോദരന്റെ FB പോസ്റ്റുകൾ, അതായത് വധശിക്ഷ റദ്ദാക്കുന്നതിനെതിരെയുള്ള സഹോദരന്റെ FB പോസ്റ്റുകൾ അത് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതൊരു സംഘടിത സ്വഭാവമാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. പക്ഷേ നവാസ് ജാനയുടെ ഈ ഇടപെടൽ അത് യമനിൽ ഈ നിമിഷയുടെ മോചനത്തിന് അത് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതായത് മോചനം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെയുള്ള ഗ്രൂപ്പുകൾ, അതായത് നമ്മൾ ഇതിലൊക്കെ പറഞ്ഞതുപോലെ കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്ന് അവിടെ ഹബീബ് ഉമറിന്റെ സംഘം അവിടെ ഇപ്പോഴും ആ കുടുംബവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത്തരം മെസ്സഞ്ചർ സന്ദേശങ്ങൾ അല്ലെങ്കിൽ FB കമന്റുകളൊക്കെ ഈ ഗ്രൂപ്പുകൾ, നിമിഷയുടെ മോചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന തലാലിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആ ഗ്രൂപ്പുകൾ ഇപ്പോൾ വ്യാപകമായി അവിടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ സങ്കടകരമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഇടപെടൽ കൂടി ഇതിന് സമാന്തരമായി നടക്കേണ്ടത്. പക്ഷേ ഒപ്പം ആശാവഹമായ കാര്യം, ഈ ഹബീബ് ഉമറിന്റെ സംഘം, അവിടുത്തെ പ്രതിനിധി സംഘം, ഇത് തെറ്റിദ്ധാരണ മാറ്റി കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള സമാന്തരമായ ഒരു ശ്രമവും വളരെ ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏത് ശ്രമം വിജയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ ഈ നിമിഷയുടെ മോചനത്തിനുള്ള കോപനപരമായ കമന്റുകൾ, പോസ്റ്റുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകുന്നു എന്ന ഗൗരവതരമായ സാഹചര്യമാണ്. അവരെ പിന്തിരിപ്പിക്കുന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം കമന്റുകൾ യമനിലെ സ്ഥിതി കൂടുതൽ മോശമാക്കുന്നു എന്നാണ് പറയുന്നത്. ആവർത്തിച്ചവർത്തി ഇന്നലെ ഈ ഒരു വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ളൊരു വാർത്തയ്ക്ക് പിന്നാലെ ഒരു 10 പോസ്റ്റെങ്കിലും ഈ ഉബൈദ് PT ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം ഇതിനെതിരെ, കാന്തപുരത്തിന്റെ ഇടപെടലിനെതിരെ, അവിടെ യമനിൽ തലാലിന്റെ സഹോദരന്റെ പോസ്റ്റുകളൊക്കെ വിവർത്തനം ചെയ്തുകൊണ്ട്, അങ്ങനെ ആ രീതിയിൽ വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതിൽ 1-2 പേരല്ല, ഷഹീദ് പറഞ്ഞ പോലെ 1-2 പേരല്ല, എത്രയോ അധികം ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ്.